IPL മുൻപ് മുംബൈയുടെ വക ചെന്നൈക്ക് ആദ്യ തിരിച്ചടി. സൗത്ത് ആഫ്രിക്കൻ T20 ലീഗായ SA20യിലാണ് മുംബൈ കണക്കുതീർത്തത്. മുംബൈ കേപ്പ് ടൗണും ജോഹന്നാസ്ബർഗ് സൂപ്പർ കിങ്സും തമ്മിൽ നടന്ന മത്സരത്തിൽ 98 റൺസിന്റെ കൂറ്റൻ ജയമായിരുന്നു MIക്ക്. JSKയുടെ ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലെസിസും മുംബൈ ക്യാപ്റ്റൻ പൊള്ളാർഡുമായിരുന്നു. SA20യിലെ സെക്കൻഡ് ഹയസ്റ്റ് ടോട്ടലാണ് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നേടിയത്. ഓപ്പണേഴ്സായ വാൻഡർഡസനും റിക്കൾട്ടനുമാണ് സൂപ്പർ കിങ്സിനെ വലിച്ചു കയറിയത്. വാൻഡർഡസൻ സെഞ്ചുറി നേടിയപ്പോൾ റിക്കൾട്ടൻ നേടിയത് 98. 200 റൺസ് ഓപ്പണിംഗിൽ വന്നു. ഒരു ഘട്ടത്തിൽ 280 കടക്കുമെന്ന് തോന്നിയെങ്കിലും അവസാന 2 ഓവേഴ്സ് JSK നന്നായി എറിഞ്ഞു. മറുപടിയായി വെറും 145 റൺസിനാണ് അവർ ഓൾ ഔട്ടായത്. മത്സരം കഴിഞ്ഞപ്പോൾ ടേബിളിൽ ഒന്നാമതെത്താനും മുംബൈക്കായി. 8 പന്തിൽ 9 റൺസാണ് മുംബൈ ക്യാപ്റ്റൻ കേരൺ പൊള്ളാർഡ് നേടിയത്. എന്നാൽ ആദ്യ മാച്ചിൽ സൂപ്പർ ജയൻസിനെതിരെ താരം കത്തിക്കയറിയിരുന്നു. 14 പന്തിൽ 4 ഫോറും 1 സിക്സുമായി 31 റൺസാണ് നേടിയത്. അന്ന് ടോട്ടൽ 200 കടത്തിയത് പൊള്ളാർഡ് ഒറ്റയ്ക്കായിരുന്നു. റാഷിദ് ഖാന്റെ പരിക്കാണ് മുംബൈ ക്യാപ്റ്റനായി പൊള്ളാർഡിന്റെ വരവിനെ കളമൊരുക്കിയത്. തന്റെ ടൈമിങ്ങിനും പവർ ഹിറ്റിങ്ങിനും ഒരു കുറവും വന്നിട്ടില്ലെന്ന് ആദ്യ മാച്ചിൽ തന്നെ വ്യക്തമാക്കി. അതിനിടെ ലോയൽറ്റിയെപ്പറ്റി പൊള്ളാർഡിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു. പൊള്ളാർഡിന്റെ IPL റിട്ടയർമെന്റിനെ ഇതുമായി ചിലർ ചേർത്ത് വായിക്കുന്നുണ്ട്. മുംബൈ റിലീസ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ പൊള്ളാർഡ് IPL നിന്ന് റിട്ടയർ ചെയ്തിരുന്നു. ഓപ്ഷനിൽ താരത്തെ എടുക്കുമെന്ന ഉറപ്പ് മുംബൈ മാനേജ്മെന്റ് നൽകിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. മറ്റൊരു ടീമിൽ മുംബൈക്കെതിരെ കളിക്കുന്നത് പൊള്ളാർഡിന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് താരം ഇത്ര പെട്ടെന്ന് വിരമിച്ചതെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ റിട്ടയർമെന്റിന് ശേഷം കോച്ചിംഗ് ഗ്രൂപ്പിൽ പൊള്ളാർഡ് സജീവമാണ്. ഇക്കഴിഞ്ഞ 2 സീസണുകളിലും പൊള്ളാർഡിനെ മുംബൈ ഏറെ മിസ് ചെയ്തിരുന്നു. SA20യിൽ കിരീടം നേടി പൊള്ളാർഡ് മറുപടി നൽകുമെന്നാണ് മുംബൈ ആരാധകരുടെ വിശ്വാസം.